നമ്മുടെ ഈ സംഘടനയുടെ ലോഗോ പ്രകാശനം ചെയ്യുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അഖിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ, ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ മനുഷ്യാവകാശ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഒരാൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് ഒന്നിച്ചു ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും പറ്റുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തില് ഒരുപാട് പേര് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട്. അപ്പോൾ നമുക്കൊരു അവകാശമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ളത്. അപ്പൊ അതുപോലെ അവർക്കും അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കാം. ബുദ്ധിമുട്ടിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക. ഇന്നിപ്പോ തന്നെ ഇവിടെ ജിജി മാഡത്തിന്റെ കെയർ ഓഫില് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ HRF, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ്, അതുപോലത്തെ ഒരുപാട് സംഘടനകൾ ഉണ്ട്. പക്ഷെ അവരെക്കാളും എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നിടത്ത് നിന്ന് തുടങ്ങുന്നതിന് പകരം അതിന് മുന്നേ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് HRFിന്റെ പ്രവർത്തകരുടെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വരുന്നപ്പോൾ തന്നെ റൈറ്റ് ടു ലൈഫ്, നമ്മൾ അവകാശം എന്ന് പറയുന്നത് ജീവിക്കാൻ നമുക്കൊരു അവകാശമില്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന് അവകാശമുണ്ട്. സ്വാതന്ത്ര്യം പോലും നമുക്കൊരു അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം എന്നൊരു ആക്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സുകളെല്ലാം നമുക്ക് എത്തുന്നുണ്ടോ, നമ്മളിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങളിൽ എത്തുന്നുണ്ടോ? ഇപ്പോ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട് അത് നോക്കാനായിട്ട്. പക്ഷെ അവരിലും എത്താത്ത പല സാഹചര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ HRF, ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യാവകാശത്തിന്റെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നതിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം, അല്ലെങ്കിൽ ഒരു ദിവസം മാറി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ HRFിന്റെ ഈ റൈറ്റ്സ് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളും അതിന് ഓടി നടക്കുന്ന മറ്റു മെമ്പേഴ്സിനും ഞാൻ ആദ്യം എന്റെ പേരിലുള്ള സന്തോഷം അറിയിക്കുന്നു. പിന്നെ ഈ ജില്ലാ സമ്മേളനത്തിന് ഇവിടെ എത്തി അടുത്ത് പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുത്തു. അവർക്കായിട്ടുള്ള ആശംസകളും മുൻപോട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് എന്തൊരു സംഘടന ആയാലും അതിന് ഒരുപാട് പരിമിതികളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്, ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ നിൽക്കുന്നു എന്നല്ല, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് തന്നെ പോവുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആ ബൈലോ സമർപ്പിച്ചു. ആ ബൈലോ സമർപ്പിച്ചതിന് ശേഷമായിട്ട് ഇതിന്റെ ഈ കുടിയുടെ കാര്യം, ഈ കുടിയുടെ രൂപകൽപ്പന ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അഖിലാണ്. ഇതിന്റെ എംബ്ലം, ഇതിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എംബ്ലം വരച്ചെടുത്തത് അഖിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഞങ്ങൾ അതിന്റെ പല പല ഘട്ടങ്ങളിലൂടെ കൃത്യമായിട്ട് ഞങ്ങൾ മൂന്ന് പിന്നാക്കളിന്റെ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു.